നുണ പറയാനൊങ്ങിയ നാവ് എഴുതെടുത്ത് ഞാൻ കടലിലിട്ടു. നാവ് മുക്കുവന്റെ വലയിൽ ഒരുങ്ങി രാജ്ഞിക്കെത്താഴമായി. അത് രാജ്ഞിക്കുള്ളിൽ വളർന്നു മുറ്റി. അവൾക്കൊന്നും മിണ്ടാൻ വയ്യാതെ 10ാം മാസം അവൾ എന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു രാജകുമാരനെ പ്രസവിച്ചു. സംശയഗ്രസ്തനായ രാജാവ് നാവില്ലാത്ത എന്നെ തടവിലാക്കി. നേര് എന്റെ തുണയ്ക്കെത്തിയില്ല. നുണ പറയാനാകട്ടെ എനിക്ക് നാവുമില്ലായിരുന്നു. ആ രാജകുമാരൻ മാത്രം നുണയുടെ ചക്രവർത്തിയായി വളർന്നു. അവന്റെ സന്തതികൾ ഒരു രാജ്യം സ്ഥാപിച്ചു. ഞാൻ ഇന്നും അവിടെ തടവറയിൽ നാവില്ലാതെ. കുട്ടികളുടെ നാടകം അപ്പൂപ്പൻ നാടകം. Thank you.
നാടകത്തിൽ അഭിനയിക്കുന്നത് ശക്തിയും ബുദ്ധിയും അതോടൊപ്പം തന്നെ അവരുടെ കലാപരമായ കഴിവ് പരിശോധിക്കും. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന പോലെ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. ഞാൻ ശരി വാങ്ങിച്ചു ഞാൻ റെഡി 1 2 3 പറഞ്ഞാൽ നിങ്ങൾ ഓടണം. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ വീഴും. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ വീഴും. ആ വീഴുന്ന ആൾ നിങ്ങൾ രണ്ടുപേരുടെയും ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അറിയുന്നത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വിറ്റു വീഴും. അപ്പോൾ നീ എന്ത് ചെയ്യുമെന്നുള്ളതാണ് എനിക്കറിയാം. ആ സന്ദർഭത്തിനോട് ഉചിതമായി നീ പെരുമാറും. ഉചിതമായിട്ട് നീ പെരുമാറും. അപ്പൊ നേരെ ഇരിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞു വെച്ചത് റെഡി 1 2 3. അനുയോജ്യമായിട്ടുള്ളവരെ കണ്ടെത്തി എന്താണ് അപ്പൂപ്പന്താടിന്ന് എല്ലാരും വിളിക്കും. സന്തോഷാ പേര്. എനിക്ക് ആ പേര് ഇഷ്ടമല്ല. എന്നെ അപ്പൂപ്പന്താടിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. അപ്പൊ വിഷു അപ്പൂപ്പന്താടിയെ കൊണ്ട് പറയും. നിങ്ങൾ മുന്നിലേക്ക് കയറി എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻകുട്ടി. നിങ്ങൾക്ക് കായിക ബലം ഇനി കലാപരമായിട്ടുള്ള കഴിവാണ് പരിശോധിക്കുന്നത്. മുമ്പ് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? എങ്കിൽ മുമ്പ് അഭിനയിച്ചിട്ടുള്ള നാടകത്തിലെ ഭാഗം ഇവിടെ ഇപ്പോൾ അഭിനയിക്കാൻ നീ വാ. അഭിനയിക്കാനുള്ള കലയാണ് അഭിനയം. നീ വാ. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ നല്ല നടന്ന സ്കൂളുകളുണ്ട്. ഇപ്പോൾ തന്നെ 6 പേരായി. ഇനി ഒരാളായിട്ട് തോമസ് ഒരാളെ കൂടെ വിളിക്കാൻ ഞാൻ ആളായി. അപ്പൊ 7 പേര്. ഇതൊരു കാര്യം, നിങ്ങൾ തന്നെ ഒരു നാടകം ഉണ്ടാകും. നാളെ വൈകിട്ട് ഞങ്ങൾ മാഷന്മാരെ കാണാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും നാടകം കളിക്കണോ വേണ്ടയോ. എന്റെ ബന്ധു അപ്പൊ 7 പേര് സംഘടിപ്പിച്ച
ഇതിൽ നിന്ന് ഒരാൾ പോലും ഇനി ഒഴിയാൻ പാടില്ല. അങ്ങനെ ഞാൻ സംഭവിച്ച നാടകം വേണ്ടത്. നാടകം വളരെ നന്നായി. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. സമയം ഒരുപാട് പോയി ചിലപ്പോ പറയും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മ വേണം. നിങ്ങളുടെ നല്ല നാടകങ്ങളുണ്ടോ? 10ാം ക്ലാസ് പഠിക്കാനില്ലേ അത് ചോദിച്ചാലോ? അത് വേണ്ട, നമുക്ക് നമ്മുടെ ഒരു നാടകം കളിക്കാം. അതല്ല നല്ലത്. അപ്പൊ ഞാൻ ഒരു കഥ പറയട്ടെ. നമുക്ക് നാടകത്തെ പറ്റി ഞാൻ വലിയ കാട്, ഒരു ഭയങ്കര ഇരുട്ടാണ്. ഒരു രാജകുമാരനും കൂടി കുതിരപ്പോട്ട് സ്പീഡിൽ വന്നിങ്ങനെ ഒരു കുഞ്ഞു മാറിക്കോട്ട് തലയിൽ വെച്ചിട്ടില്ലേ ഒരു പാമ്പ്. ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തില് നിറച്ചും പൂക്കൾ മാത്രമുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ തുമ്പിയുണ്ട്, പല